ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്ന് രണ്ട് കൈയിലും നിറയെ ഫ്രൂട്ട്സ് പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണന്റെ പാദത്തിൽ നമസ്കാരം പറയുന്നു കേട്ടോ. ഇന്ന് ഞാനൊരു പഴക്കാരിയുടെ കഥയാണ് പറയുന്നത്. വൃന്ദാവനത്തിലുണ്ടായിരുന്ന പഴക്കാരിയുടെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ. ഒരു പഴക്കാരിയായിട്ടുള്ള അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മ വളരെയധികം ശുദ്ധ മനസ്ഥിതി ഉള്ള ആളായിരുന്നു. വേറൊരാൾ നശിച്ചു കാണണമെന്നില്ല, വേറെ ആൾക്കാർക്ക് നന്നായാലും പുരോഗതി ഉണ്ടായാലും ഒക്കെ സന്തോഷിക്കാനുള്ള മനസ്സുള്ള വളരെ നല്ല ഒരു അമ്മയായിരുന്നു കേട്ടോ. ഈ അമ്മ പഴം വിറ്റ് കിട്ടുന്ന ഓരോ തവണയും വൃന്ദാവനാന്തര ഭാഗത്ത് നിന്ന് ഓരോ മധുര പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് അത് വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരു പാവം അമ്മയായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്മ ഒരിക്കൽ വൃന്ദാവനത്തിൽ വന്ന് നന്ദഗൃഹത്തിൽ വന്ന സമയത്ത് മുറ്റത്തിരുന്ന് മണ്ണ് വാരി കളിക്കായിരുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ആ സമയത്ത് ഈ പഴക്കാരി അമ്മ പഴങ്ങൾ വേണമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ആ വഴിയെ വന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ ആ അമ്മയെ നോക്കി. എല്ലാവരെയും കാണുന്ന പോലെയല്ല കേട്ടോ ഉണ്ണികൃഷ്ണൻ കാണുക. നമുക്ക് ബാഹ്യമായ കറുത്ത നിറമാണോ വെളുത്ത നിറമാണോ, ഭംഗിയുണ്ടോ ഭംഗിയില്ലേ, ഉയരമുണ്ടോ ഉയരമില്ലേ, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ഓരോരുത്തരെയും വിലയിരുത്താറല്ലേ. പക്ഷെ ഗുരുവായൂരപ്പൻ നോക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്കാണ് നോക്കുക. അവരുടെ ഉള്ളിൽ എത്രത്തോളം നന്മയുണ്ടെന്നാണ് നോക്കുക. അപ്പോൾ ആ നന്മയെ കാണാൻ ഭഗവാന് മാത്രമല്ലേ സാധിക്കുള്ളൂ. ഇത്രയും നല്ല അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ തീരുമാനിച്ചു. അപ്പോൾ ഉണ്ണി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എനിക്കും തരുമോ പഴം എന്ന് ചോദിച്ചു. അതിനെന്താ പഴം തരാലോ, ഉണ്ണി എന്താ അമ്മയ്ക്ക് പകരം തരിക എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഞാനിതാ ഇപ്പം കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് ചെറിയ ഉണ്ണികൃഷ്ണൻ 2 വയസ്സുകാരൻ അരയിൽ ഒരു പട്ടുകോണകവും ഒരു കിങ്ങിണിയും മാത്രമേ ഉള്ളൂ കേട്ടോ. കാലിൽ ഇങ്ങനെ കിലും 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 എന്ന് ശബ്ദം കേൾക്കാൻ പാകത്തിന് ഒരു കുഞ്ഞു കാൽത്തളയും ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 2 മാലകൾ കൊണ്ട് കഴുത്ത് അലങ്കരിച്ചിട്ടുണ്ട്. കയ്യിൽ നിറയെ വളകൾ ഇടിച്ചു കൊടുത്തിട്ടുണ്ട്, കാപ്പ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല മകരകുണ്ടലങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ നല്ലോണം തലമുടി ഉണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണന്. അതെല്ലാം കൂടി വാരി കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു മയിൽപ്പീലിയും കുത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണികൃഷ്ണൻ. എന്തൊരു ഭംഗിയായി ഉണ്ണിയെ കണ്ടാലും മതിയാവില്ല വിചാരിച്ചുകൊണ്ട് ആ പഴക്കാരി അമ്മ നിന്നിരുന്നത്. അപ്പോഴാ ഉണ്ണികൃഷ്ണൻ ഓടിപ്പോയിട്ട് അകത്ത് നിന്ന് ധാന്യമണികൾ, നമ്മൾ ഈ നെല്ലൊക്കെ എടുത്ത് വെക്കില്ലേ, അതുപോലെ തന്നെ അരിയൊക്കെ വലിയ ടിന്നിലിട്ട് വെക്കില്ലേ, ഇതേമാതിരി ഗോതമ്പ് വലിയ ടിന്നിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ യശോദമ്മ. അതിങ്ങനെ 2 കൈ കൊണ്ടും എടുത്തു കേട്ടോ. എടുത്തിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഈ നടന്നു വരുന്ന സമയത്ത് കണ്ണൻ്റെ കുഞ്ഞു കയ്യിൽ ആകെ കൂടി കുറച്ച് ഗോതമ്പ് മണികൾ എന്നെ കൊള്ളുള്ളൂ. അതിൽ പകുതിയിലേറെ ഇങ്ങനെ നിലത്ത് വീണ് പോയിക്കൊണ്ടാണ് കണ്ണൻ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കണേ. അവസാനം ഈ അമ്മയുടെ അടുത്തെത്തിയപ്പോഴുണ്ട് അതിൽ 2 മണി ഗോതമ്പേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇത് അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. നമ്മളൊക്കെയാണ് പഴക്കാരികളുടെ സ്ഥാനത്ത് വെച്ചാൽ തെല്ലൊരു നിരാശയോടുകൂടി ഉണ്ണികൃഷ്ണനെ നോക്കില്ലേ, ഇത്രേ കിട്ടിയുള്ളൂ എന്നുള്ളൊരു ഭാവം ഉള്ളിൽ വരില്ലേ. പക്ഷെ ആ അമ്മ 2 കൈ കൊണ്ടും സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അത് ആ കൊട്ടയിൽ വെച്ചു. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ കൈയൊക്കെ ഇങ്ങനെ കൊടയാട്ടോ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വീണോട്ടെ എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ആ അമ്മയ്ക്ക് വലിയ സന്തോഷം തോന്നി. അമ്മ 2 വലിയ പഴമെടുത്ത് ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തു. ഉണ്ണിക്ക് ഇത് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ വലിയ സന്തോഷമായി. നേരെ അമ്മയുടെ മടിയിൽ കയറി ഇരുന്നിട്ട് നന്നായി സന്തോഷമായി ഉണ്ണികൃഷ്ണൻ അമ്മേ എന്ന് വിളിച്ചു അത്രേ. ഇത് കേട്ട സമയത്ത് ഇതിൽ പരം ഒരാനന്ദം ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് ആ അമ്മ ആ നിമിഷം ചിന്തിച്ചത്. ഈ ഒരു നിമിഷം തുടർന്നുകൊണ്ടേയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ആ അമ്മയ്ക്ക്. അത്രയധികം സന്തോഷം ഉണ്ടാവണു ഈ ഒരു ഉണ്ണി വന്ന് മടിയിലിരുന്നപ്പോൾ. അമ്മ വിചാരിച്ചു, എന്തൊരു മിടുക്കൻ ഉണ്ണിയാലേ, ഇവൻ്റെ അമ്മയുടെ ഒരു സൗഭാഗ്യം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് 2 കൈ കൊണ്ടും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നന്നായി വരട്ടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊട്ടയെടുത്ത് തലയിൽ വെച്ച് അമ്മ നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ അമ്മയ്ക്ക് നല്ലോണം ഭാരം അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. എന്താ ഇത്രയൊക്കെ കനം, പഴങ്ങളൊക്കെ കൊണ്ടുപോയതിൽ പകുതിയിലേറെയും തീർന്നിട്ടുണ്ട്, പിന്നെന്താ ഇത്രയും കനം എന്നൊക്കെ വിചാരിച്ച് എങ്ങനെയൊക്കെ പാടയോ അമ്മയുടെ ഗൃഹത്തിലെത്തി. അപ്പോഴാണ് ആ തലയിലിരിക്കുന്ന കൊട്ടയെടുത്ത് താഴെ വെച്ചത്. നോക്കുമ്പോഴോ നിറയെ സ്വർണവും മുത്തും പവിഴവും കനകങ്ങളും ഒക്കെ ആയിട്ട്
അത്ര നിറഞ്ഞ സൗഭാഗ്യവതിയായി മാറി ആ അമ്മ. ആ അമ്മയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കേട്ടോ, ഇതൊക്കെ എങ്ങനെയാ തരായതെന്ന്. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ മാജിക് ആണെന്ന് അപ്പോഴേ മനസ്സിലായി. കാരണം മാനസികമായിട്ട് ആ ഉണ്ണിയുടെ അടുത്തിരിക്കുമ്പോൾ തനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടായി എന്നുള്ളത് അമ്മയ്ക്കറിയാലോ. അപ്പോൾ ഇത്ര വലിയൊരു മാജിക് കാണിക്കാൻ ആ ഉണ്ണിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അമ്മയ്ക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി. എന്നാൽ ഉണ്ണികൃഷ്ണന്റെ കാര്യം എന്താണെന്നറിയോ, അടുത്തതായിട്ട് സുധാമാവിന് കൊടുക്കേണ്ടതാണ്. അത് ഇവിടുന്നേ പരീക്ഷിച്ച് നോക്കുകയാണ്. ഇന്നും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെയാണ് കേട്ടോ. 2 മണി ഗോതമ്പേ നമ്മുടെ കയ്യിലുള്ളൂ വിചാരിക്കുക, എന്ത് തന്നെ കൊടുത്താലും അതിൻ്റെ 10 ഇരട്ടിയല്ല 100 ഇരട്ടി നമുക്ക് തരുന്നവനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. പല ആളുകളും തൻ്റെ ബിസിനസ് പാർട്ട്ണറായിട്ടൊക്കെ ഗുരുവായൂരപ്പനെ കൂട്ടാറുണ്ട്. പകുതി ഷെയർ ഗുരുവായൂരപ്പനാന്നാ പറയുക. പക്ഷേ എത്ര പേര് അതൊക്കെ പാലിക്കാറുണ്ട്? എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ, ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ആൾക്കാർ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാനാണ് പാർട്ട്ണർ എന്നൊക്കെ പറയും. പിന്നെ പറയും, ഭഗവാനെ ഇതിൻ്റെ കടങ്ങളുണ്ട്, ഈ തുടങ്ങാൻ വന്ന കടങ്ങൾ അതൊക്കെ ഒന്ന് വീടിയിട്ടാവാം എന്ന് വിചാരിക്കും. പിന്നെ എന്താ വിചാരിക്കുക, പകുതി ഇപ്പം ഞാൻ അവിടെ കൊണ്ടുപോയിട്ടാ ദേവസ്വക്കാർക്ക് മുക്കാനല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല വിചാരിക്കും. ഇങ്ങനെ 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 നീട്ടിക്കൊണ്ടുപോകാറുണ്ട് അല്ലേ. നമ്മൾ കൊടുക്കുന്നത് ഒരു ദേവസ്വത്തിനും അല്ല, നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ വെച്ച് കൊടുക്കാനാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഉടനെ നമുക്ക് കൈ കിട്ടിയത് എന്താച്ചാൽ കൊടുക്കാൻ തോന്നും കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിക്കൂ. പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിക്കൂ. ഗുരുവായൂരപ്പൻ നിങ്ങളെ കൊണ്ട് നടക്കും, തോളിലേറ്റിക്കൊണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.